മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെ കുരുക്കി ROCയുടെ നിർണായക റിപ്പോർട്ട് പുറത്ത്. പണം വാങ്ങിയത് സേവനത്തിനും തെളിയിക്കാൻ ROC ആവശ്യപ്പെട്ട ഒരു രേഖയും ഹാജരാക്കിയിട്ടില്ല. കരാറിന്റെ പോലും വിശദാംശങ്ങൾ ഹാജരാക്കിയില്ല. GST അടച്ചെന്ന് മാത്രമാണ് എക്സാലോജിക്കിന്റെ മറുപടിയിൽ ഉള്ളത്. വിവരങ്ങളുമായി MK വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഈ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ വിശദമായ നിർണായക അന്വേഷണത്തിലേക്ക് നയിച്ചത് ഈ ഒരു നിർണായക റിപ്പോർട്ടാണല്ലോ. അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും വ്യക്തമാക്കാൻ, ചോദ്യങ്ങൾ കൃത്യമായ മറുപടി നൽകാൻ എക്സാലോജിക്കിനായില്ല. എന്ത് സേവനത്തിനാണ് പണം കൈപ്പറ്റിയതെന്ന് പറയാനും എക്സാലോജിക്കിനായില്ല എന്ന് പറയുന്നത്. റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? തീർച്ചയായും ലക്ഷ്മി ഷാജി, നമ്മൾക്കറിയാം കഴിഞ്ഞ ആഴ്ചയാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ഈ മുഖ്യമന്ത്രിയുടെ മകൾ നേതൃത്വം നൽകുന്ന കമ്പനിക്കെതിരെ എക്സാലോജിക്കിനെതിരെ വ്യക്തമായ അന്വേഷണം ആരംഭിച്ചത്. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ചില വിശദാംശങ്ങൾ എക്സാലോജിക്കിനോട് ROC ചോദിച്ചിരുന്നു. അതായത് CMRLുമായി നടത്തിയിട്ടുള്ള ഇടപാടുകൾ, അവർക്ക് മാസപ്പടി നൽകിയിട്ടുള്ള ഇടപാടുകളിനെ സംബന്ധിച്ച വിശദമായ കാര്യങ്ങളെല്ലാം ചോദിച്ചിരുന്നു. പക്ഷേ ഇതിനെ സംബന്ധിച്ച ഒരു രേഖയും എക്സാലോജിക്ക് നൽകിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബംഗളൂരു ആസ്ഥാനമായിട്ടുള്ള ROC രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അവരാണ്, ആ യൂണിറ്റാണ് ഈ അന്വേഷണം നടത്തി ഇവർ എക്സാലോജിക്കിനോട് ഇതിന്മേലുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. പക്ഷേ GST അടച്ചു എന്നുള്ള ഒരൊറ്റ റിപ്പോർട്ട് മാത്രമേ നൽകിയിട്ടുള്ളൂ. CMRLുമായി ബന്ധപ്പെട്ട യാതൊരു രേഖയും നൽകിയിട്ടില്ല എന്നുള്ള വളരെ ഗുരുതരമായ റിപ്പോർട്ടാണ് ഇപ്പോൾ ROCയുടേതായി പുറത്തു വന്നിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുള്ളത്, ഈ റിപ്പോർട്ട് എക്സാലോജിക്ക് CMRL ഇടപാടുകളിനെ സംബന്ധിച്ച വിശദാംശമാണ് എക്സാലോജിക്കിനോട് ചോദിച്ചിരുന്നത്. എന്നാൽ ആവശ്യപ്പെട്ട ഒരു രേഖയും നൽകിയില്ല എന്ന് മാത്രമല്ല, എക്സാലോജിക്കിന്റെ മറുപടിയിൽ ആകെയുള്ളത് GST അടച്ചു എന്നുള്ള മറുപടി മാത്രമാണ്. അത് മാത്രമല്ല, തട്ടിപ്പും രേഖകളിൽ കൃത്രിമത്വവും കാണിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ടും ROC നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത്തരത്തിലുള്ള റിപ്പോർട്ട് നൽകിയാൽ നൽകാവുന്ന കുറ്റം എന്താണ് എന്നുകൂടി ഈ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സെക്ഷൻ 447, 448 പ്രകാരം നടപടിയെടുക്കാമെന്ന് റിപ്പോർട്ട് പറയുന്നു. ഈ റിപ്പോർട്ടിന് പ്രകാരം പിഴയും അതേപോലെ തന്നെ തടവ് ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ ചേർത്ത് ഇവർക്കെതിരെ കേസെടുക്കാവുന്നതാണ് എന്നുള്ള വിവരവും ഈ റിപ്പോർട്ടിലുണ്ട്. അത് മാത്രമല്ല, ഇടപാട് സംബന്ധിച്ച CMRLുമായി നടത്തിയ ഇടപാടുകൾ സമ്പൂർണ്ണമായി മറച്ചുവെച്ചു എന്നുള്ള കാര്യമാണ്. അത് മാത്രമല്ല, വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി ROC മുമ്പോട്ട് വെക്കുകയാണ്. എന്തായാലും ഇത് വലിയ വാർത്തയായി പുറത്തു വരികയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്ക് കൃത്യമായ വിവരങ്ങൾ ROCക്ക് നൽകുന്നില്ല, അവർ ആവശ്യപ്പെട്ടിട്ട് നൽകുന്നില്ല എന്നുള്ളതാണ്. CMRLുമായി നടത്തിയിട്ടുള്ള മാസപ്പടിയെ സംബന്ധിച്ച ഒരു രേഖയും നൽകിയിട്ടില്ല. ആകെ നൽകിയിട്ടുള്ളത് GST സംബന്ധിച്ച വിവരങ്ങൾ മാത്രമാണ്. അങ്ങനെയുള്ള വിവരങ്ങൾ മറച്ചു വെച്ചാൽ പിഴ അല്ലെങ്കിൽ തടവോടുകൂടിയ ശിക്ഷ ഒക്കെ ഇവർക്ക് നൽകാൻ പാകത്തിനുള്ള കുറ്റമാണ് ഇവർ ചെയ്യുന്നത്. പരാതിയുമായി മുമ്പോട്ട് പോയത് ഷോൺ ജോർജ് ആണ്. PC ജോർജിന്റെ മകനായിട്ടുള്ള മുൻ MLA PC ജോർജിന്റെ മകനായിട്ടുള്ള ഷോൺ ജോർജ് ആണ് ഇക്കാര്യത്തിൽ കൃത്യമായ പരാതിയുമായി മുമ്പോട്ട് പോയത്. ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പറഞ്ഞത്, UDFും BJPയുമായി ഒക്കെ ബന്ധപ്പെട്ട ഒരാളാണല്ലോ ഈ പരാതിക്കാരൻ, അതുകൊണ്ട് ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയപരമായി താല്പര്യം മനസ്സിലാകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഈ പരാതിയിൽ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരുന്നു. ഇത് അന്വേഷണം നടത്തിയ അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അവരാണ് ഇതിന്മേൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. എക്സാലോജിക്കിനോട് കൃത്യമായ വിവരങ്ങൾ ചോദിച്ചിട്ടും അതൊന്നും നൽകാതെ ഇവർ മറച്ചു വെക്കുകയാണ് ചെയ്തത്. അങ്ങനെ മറച്ചു വെച്ചാൽ നൽകാവുന്ന ശിക്ഷ വരെ അവർ ഇവരുടെ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് വിശദമായ അന്വേഷണം തന്നെ നടത്തണം എന്നുള്ളതാണ്. അതുകൊണ്ട് നേരത്തെ ലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഈ PV എന്ന് പറയുന്നതും പിണറായി വിജയനാണ്. അതുപോലെ പിണറായി വിജയൻ മാത്രമല്ല, അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, ഇവരുടെയൊക്കെ പേരുകൾ ഇതിൽ വന്നിരുന്നു. ഉമ്മൻചാണ്ടി അടക്കമുള്ള മരണമടഞ്ഞ ഉമ്മൻചാണ്ടി അടക്കമുള്ള ആളുകളുടെ പേരൊക്കെ വന്നിരുന്നു. അതുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം CMRL മാസപ്പടി നൽകിയതിൻ്റെതടക്കമുള്ള രേഖകൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് ഇതെല്ലാം ROCയുടെ അന്വേഷണത്തിൽ പുറത്തു വരേണ്ടതാണ്. പക്ഷേ ഇതൊക്കെ കൃത്യമായി എക്സാലോജിക്കിനോട് ചോദിച്ചിട്ട് അതെല്ലാം മറച്ചു വെക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ്. കമ്പനികളുടെ കാര്യങ്ങൾ നോക്കുന്ന ഒരു ഏജൻസിയാണ്. അവർ ചോദിച്ചാൽ ഇത്തരം കമ്പനികൾ അതിൻ്റെ രേഖകൾ നൽകിയേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് അത് മറച്ചു വെച്ചാൽ അത് ഗുരുതരമായ കുറ്റമാണ്. അവർക്ക് പിഴ ഈടാക്കാം, അല്ലെങ്കിൽ ആ കമ്പനിയിൽപ്പെട്ട പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് തടവ് ശിക്ഷ വരെ നൽകാം എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. വിശദമായ അന്വേഷണം തന്നെ ഇതുമായി മുമ്പോട്ട് പോകും. അപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ വീണ വിജയന് കുരുക്കുമുറുകും, മുഖ്യമന്ത്രി പിണറായി വിജയന് കുരുക്കുമുറുകും. അന്നത്തെ പ്രതിപക്ഷ കക്ഷികൾക്കടക്കം
ഇതിലൊക്കെ ഉത്തരം മുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും ഷോൺ ജോർജ് ഈ കേസിന്റെ പുറകെ തന്നെ നിൽപ്പുണ്ട്. അദ്ദേഹം ഇതിന്റെ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹവുമായി നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞത് 24-ാം തീയതിയോടുകൂടി അദ്ദേഹത്തിന്റെ കയ്യിൽ ഇതിന്റെ രേഖകൾ ലഭിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ROC തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ പകർപ്പുകൾ അടക്കം പുറത്തു വരിക. എന്തായാലും മാധ്യമങ്ങൾക്ക് നമ്മൾക്ക് അടക്കം ഇതിന്റെ രേഖകൾ കിട്ടിയിട്ടുണ്ട്. ഗുരുതരമായ കുറ്റങ്ങളാണ് ഈ എക്സാലോജിക്കിനെതിരെ ഇപ്പോൾ പുറത്തു വരുന്നത്. അതും ROC രജിസ്റ്റർ ഓഫ് കമ്പനീസ് ബംഗളൂരു യൂണിറ്റ് ആണ് ഈ റിപ്പോർട്ട് വിനോദ്. അതാണ് കാരണം ഈ നൽകാത്ത സേവനത്തിനാണ് പണം നൽകിയത് എന്നുള്ള ഈ ആദായ നികുതി ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ ഒരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രി CPM ഒക്കെ പറഞ്ഞത് എക്സാലോജിക്കിന്റെ ഭാഗം കേൾക്കാതെയാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ എക്സാലോജിക്കിനോട് പ്രാഥമികമായ അന്വേഷണത്തിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും കൃത്യമായി ഒരു ഉത്തരവും നൽകാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇതിൽ അടിമുടി ദുരൂഹതയുണ്ടെന്ന് ROC റിപ്പോർട്ടിലുള്ളത്. ഇനിയും ഈ പാർട്ടിയും മുഖ്യമന്ത്രി എന്ത് പറയും എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിനുള്ള ഉത്തരവ് പുറത്തു വന്നപ്പോഴും CPM സംസ്ഥാന കമ്മിറ്റി യോഗം 2 ദിവസം കൂടുകയായിരുന്നു. അപ്പോഴും കൃത്യമായിട്ടൊന്നും പറയാൻ ഇതൊക്കെ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതല്ലാതെ ഒന്നും പറയാൻ ഈ LDF കൺവീനർക്ക് ഉൾപ്പെടെ സാധിച്ചിരുന്നില്ല. തീർച്ചയായും അവർ എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത് ഇത് BJPയുടെ രാഷ്ട്രീയമാണ്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്, നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെതിരെ നടക്കുന്ന അന്വേഷണം കണ്ടില്ലേ എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷേ ഈ കമ്പനീസ് ഓഫ് രജിസ്ട്രാർ കമ്പനി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ റിപ്പോർട്ട് പുറത്തേക്ക് കാണിക്കുമ്പോൾ എന്താണ് മറുപടി പറയാനുള്ളത്? അങ്ങനെ തങ്ങൾ നൽകിയ സേവനത്തിനാണെങ്കിൽ അതിനെ സംബന്ധിച്ച രേഖകൾ അവർ സമർപ്പിക്കേണ്ടേ? അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ വിശദമായ വിവരങ്ങൾ ആരായുമ്പോൾ തീർച്ചയായും അവർ അതിൻ്റെ രേഖകൾ നൽകണം. പക്ഷേ ഈ രേഖകളൊന്നും നൽകാതെ GST നൽകിയതിൻ്റെ രേഖകൾ മാത്രം നൽകുന്ന ഒരു സമീപനമാണ് അവർ കൈക്കൊണ്ടത്. അതുകൊണ്ട് അവർ റിപ്പോർട്ട് എഴുതിയിട്ടുള്ളത് വിശദമായ അന്വേഷണം തന്നെ നടത്തണം എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള രേഖകൾ മറച്ചു വെച്ചാൽ അവർക്ക് പിഴ ഈടാക്കാം, തടവ് ശിക്ഷ അടക്കമുള്ള കുറ്റങ്ങൾക്ക് അത്തരം കാര്യങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നത് എന്നുകൂടി ROC അവരുടെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുന്നുണ്ട്. വീണ വിജയന്റെ കമ്പനിക്കെതിരായ ബംഗളൂരു ROCയുടെ നിർണായക റിപ്പോർട്ട് പുറത്തുവന്ന എക്സാലോജിക് CMRL ഇടപാടിൽ അടിമുടി ദുരൂഹത എന്നുള്ളതാണ്.